ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് വീണ്ടും സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. എല്ലാവരുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഓരോ ദിവസവും ഈശ്വരൻ നമുക്ക് അനുവദിച്ചു തരുന്ന ഈ അത്യത്ഭുതമായ ആ പരമകാരുണ്യം തന്നെയാണ് നമ്മളെ നാമജപത്തിലേക്ക് അവിടെ കൊണ്ടുവന്നിരുത്തുന്നത്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ധാരാളം പേർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ ഒക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. കർക്കിടക മാസം വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു മുന്നോടി തന്നെയായിട്ട് രോഗങ്ങളായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ പലർക്കും പല ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പലരും പല സംശയങ്ങൾ ചോദിക്കണം, വിഷമങ്ങൾ ചോദിക്കണം. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിലിരുന്ന് എന്താണോ തോന്നിക്കണത് അതുപോലെ പറയാന്നല്ലാണ്ട് നമ്മളെല്ലാവരും ഒരേപോലത്തെ മനുഷ്യരാണ്. ഒരാൾക്കൊരു പ്രത്യേകതയൊന്നുമില്ലല്ലോ. എന്തോ ഒരു ഈശ്വര നിയോഗം പോലെ. അപ്പോൾ ഓരോരുത്തരുടെയും ആ ചോദ്യത്തിനുള്ള ഉത്തരം ഓരോ സത്സംഗങ്ങളിലൂടെയും ശ്രീ ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാലം ഈശ്വരനെ ഉപാസിച്ചിട്ട് ആ ഭഗവാന്റെ നാമം ജപിച്ച് ഈശ്വര കഥകളിൽ മനസ്സ് രമിച്ചുകൊണ്ട് അങ്ങനെ ആ സദാ ഈശ്വരനാമം ജപിച്ച് നടക്കുന്ന സമയത്തും ചില വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കർമ്മപ്രാരാബ്ധങ്ങൾ വരുമ്പോൾ നമുക്കതിന് സാധിക്കാണ്ട് വരും. അപ്പോൾ ആ സാധിക്കാണ്ട് വരുമ്പോൾ നാമം ജപിക്കാൻ സാധിക്കണില്ലല്ലോ, ഈശ്വര സേവ ചെയ്യാൻ സാധിക്കണില്ലല്ലോ എന്നുള്ളൊരു വ്യഥ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഒട്ടും ആ ഒരു വ്യഥ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഒട്ടും വിഷമിക്കണ്ട. കാരണം ഈശ്വരനെ വിട്ട് അകന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിരഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു വ്യഥ വരണത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യഥ ഉണ്ടാവില്ല. നമ്മൾ ആ ലോകസുഖങ്ങളിൽ മനസ്സ് രമിച്ച് ഈശ്വരനെ മറന്ന് അങ്ങനെ ജീവിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ആ വ്യഥയൊന്നും ഉണ്ടാവില്ല. അതേസമയം അങ്ങനെ ഒരു സന്ദർഭം വന്നാലും എനിക്ക് സാധിക്കണില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഈശ്വര കാരുണ്യം തന്നെയാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ദുഃഖമായിട്ട് തരുന്നത്, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, അതുപോലെ ഈശ്വരനാമങ്ങൾ ജപിക്കണം, സത്സംഗത്തിലിരിക്കണം, ഇതുപോലെ സഹസ്രനാമങ്ങൾ ജപിക്കണം. അപ്പോൾ രോഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിഷമമുണ്ട്, എഴുന്നേൽക്കാൻ പറ്റണില്ല, നാമം ജപിക്കാൻ പറ്റണില്ല. ഇതൊക്കെ സങ്കടങ്ങളായിട്ട് പലരും പറയണു. എന്നെ വിട്ട് ഈശ്വരൻ അകന്നു പോയതാണോ എന്നാണ് ചോദിക്കുന്നത്.
ഒരിക്കലും ഭഗവാൻ നമ്മളെ വിട്ട് അകന്നു പോവില്ല. ഈശ്വരൻ നമ്മളെ വിട്ട് ഒരിക്കലും അകന്നു പോവില്ല. കാരണം ഭഗവാൻ പോവാൻ നമ്മുടെ തന്നെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാൻ നമ്മളെ വിട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ശരീരം അപ്പോൾ വീണ് പോകും. അപ്പോൾ ഇതിലുള്ള ജീവനോടുകൂടി എപ്പോഴാണോ ആ ശരീരം വീണ് പോകുന്നത്, ആ വീണ് പോകുന്ന നിമിഷത്തിൽ ആ ഭഗവാനിൽ ഈ ജീവൻ ആ ഈശ്വരനിൽ അലിഞ്ഞു ചേരാനാണ് അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ അതാവുമ്പോൾ ജീവൻ മുക്തനാവും. അങ്ങനെ അലിഞ്ഞു ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജന്മം നമ്മൾ ചെയ്ത ആ കർമ്മങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, പൂർവ്വജന്മങ്ങളിൽ ബാക്കി നിൽക്കുന്ന കർമ്മങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന് അനുയോജ്യമായിട്ട് മറ്റൊരു ശരീരം വന്ന് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ആ ജനന മരണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ എന്ത് ചെയ്യണം? ഭഗവാൻ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പ് എത്രയും കാലമുണ്ട്, അത്രയും കാലം ഇതുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനെ നിലനിർത്തണു, അല്ലേ? സൃഷ്ടിക്കണു, അതുപോലെ കഴിഞ്ഞാൽ സംഹരിക്കണു എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരു ശരീരം സൃഷ്ടിച്ചു, അതിൻ്റെ കാലമാകുമ്പോൾ സംഹരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ജീവൻ ആരോടുകൂടി ചേരണം? ഈശ്വരനോടുകൂടി ചേരണം. അത് ഈശ്വരൻ്റെ തന്നെ ഒരു അംശം തന്നെയാണ്. ആ ഈശ്വരൻ്റെ ആ ഒരു അംശം ഈശ്വരനോടുകൂടി തന്നെയാണ് ചേരേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ട് മനുഷ്യ ജന്മം നമുക്ക് ലഭിക്കണേ. ബാക്കി ഏതൊരു ജന്മത്തിലൂടെയും അത് സാധിക്കില്ല. കാരണം മനുഷ്യന് അതിനുള്ളൊരു വിവേചന ബുദ്ധി, കണ്ടതിനെയൊക്കെ ശ്രദ്ധിച്ചാൽ അതിൽ നിന്നുണ്ടാവുന്ന ആ അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിവൈഭവം, വിവേകം എല്ലാം ഈശ്വരൻ തന്നിട്ടുണ്ട്. അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താതെ കണ്ട് ഈ ചുറ്റും കാണുന്ന പലതും സത്യമാണ്, ആ പരമമായിട്ടുള്ള ആ ആനന്ദം അറിയാണ്ട് കേവലമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. സാധാരണഗതിയിൽ ദുഃഖം മാത്രം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥ ഈശ്വരൻ നമ്മളെ വിട്ടു പോണില്ല എന്ന് പ്രത്യേകം പറയട്ടെ. ആ ഒരു അവസ്ഥയിൽ നമുക്ക് വിരഹം തോന്നുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നമ്മളെ എവിടെയും വിട്ടു പോണില്ല. നമ്മുടെ മനസ്സും ഈശ്വരനെ വിട്ടു പോണില്ല. എന്തോ ഒരു ചെറിയ കർമ്മപ്രാരബ്ധം കൊണ്ട് അങ്ങനെ വന്നു ചേരണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ വിരഹതാപത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. നാമം ജപിക്കാൻ പറ്റണില്ലെങ്കിലും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിരഹതാപം വർദ്ധിക്കും തോറും നമുക്ക് നാമം ജപിക്കാനായിട്ട് സാധിക്കും, ഈശ്വരനോട് കൂടെ ഇരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ വിരഹതാപം തന്നെയാണ് ഗോപികമാർ ആ കണ്ണനെ കാണാണ്ട്, കാരണം ആ കണ്ണനെ കാണാണ്ടെന്ന് വെച്ചാൽ കണ്ണൻ എവിടെയും പോയിട്ടില്ല, അവർക്ക് ആ രൂപം അവരുടെ അടുത്ത് നിന്ന് മറഞ്ഞു എന്നുള്ള, അവരുടെ എല്ലാവരുടെ ഉള്ളിൽ ആത്മാവായിട്ട് അഖിലദേഹിനാം അന്തരാത്മദൃക് എല്ലാം കണ്ടുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്നത് ആ ഭഗവാനാണെന്നുള്ള സത്യം അവർക്ക് ബോധിച്ചു. അതുപോലെ നമുക്കും ബോധിക്കണം. അപ്പോൾ നമ്മളെ വിട്ട് ഈശ്വരൻ എങ്ങോട്ടും പോകണില്ല. നമ്മളാണ് ഈശ്വരനെ വിട്ടുപോകാനായിട്ട് നമ്മളാണ് മറന്നു പോണത്. വിട്ടുപോകല്ല, മറന്നു പോണത്. എപ്പോഴും കൂടെയുള്ള ഭഗവാനെ മറന്ന് പോകണം. എപ്പോഴും കൂടെയുണ്ട് ഭഗവാൻ, പക്ഷെ അത് മറന്ന് നമ്മൾ ജീവിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം മറ്റൊരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നാമം ജപിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനോടും ഒരു വെറുപ്പ്, ഒരു ദേഷ്യം, ആർക്കും എന്നെ വേണ്ട എന്നുള്ളൊരു തോന്നൽ, എന്നെ ആരും മനസ്സിലാക്കണില്ല എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ടൊക്കെ ഒരുപാട് ദുഃഖിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ളവരെന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കണില്ല, അവരെന്നെ അവോയ്ഡ് ചെയ്യണു. അവരെന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടും അവോയ്ഡ് ചെയ്യണത് കൊണ്ടും എനിക്ക് മനസ്സിൽ വല്ലാത്ത ഒരു വിഭ്രാന്തിയാണ്, ദേഷ്യം വരികയാണ്. അങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിലുള്ള സ്നേഹം അവർ തിരിച്ചറിയണില്ലല്ലോ എന്നൊക്കെ അറിഞ്ഞിട്ട് ദേഷ്യം വരികയാണ്. അതിനിപ്പോൾ എന്താ ചെയ്യുക, അതെന്താ അങ്ങനെ തോന്നണത് എന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് എന്നൊരിക്കലും ചിന്തിക്കണില്ല. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, അസുഖങ്ങളൊക്കെ വയ്യാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ചിന്തയുണ്ടാവും, എനിക്ക് രോഗം വയ്യ, എന്നും വയ്യായി അസുഖം, അതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ എന്നോട് എന്തോ ഒരു ഇഷ്ടമില്ലായ്മയുണ്ട്, അങ്ങനെ ഒരു തോന്നൽ തോന്നാം. ആ വഴിക്കാണോ തോന്നണത്
അതോ വേറെ ഏതെങ്കിലും വിധത്തിലാണോ എന്നുള്ളത് അത് അവനവൻ്റെ അവസ്ഥ എന്താണെന്ന് അവനവൻ തന്നെ ഒന്ന് ചിന്തിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളുടെ ആ ഒരു കാര്യങ്ങളെ കൊണ്ട് നമുക്ക് അതിൻ്റെ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും തോന്നും വയ്യാത്തപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ നല്ലതല്ലേ. നമ്മളെ സ്നേഹിക്കുന്നത് അറിയണ ഒരാളുടെ ഒരു തലോടൽ, ഒരു താങ്ങൽ, സ്നേഹം, ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമ്മളൊരിക്കലും മറുവശം ചിന്തിക്കണേ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരണത്. ഒരു പക്ഷേ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും അവരൊരു പക്ഷേ എന്നല്ല, അധികം നമുക്ക് വേണ്ടിയിട്ട്, അതായത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ബന്ധപ്പാടിൽ പലപ്പോഴും അവരും അവരുടെ ജീവിതം മറന്നിട്ട് ആയിരിക്കും നടക്കുന്നത്. നമ്മളെക്കാൾ കൂടുതൽ അവർ വിചാരിക്കുന്നുണ്ടാവും എന്നെ മനസ്സിലാക്കിയെങ്കിൽ, എന്നെ തിരിച്ചറിഞ്ഞെങ്കിൽ, നമ്മളുടെ ഒരു സാന്ത്വനം, നമ്മുടെ ഒരു തലോടലെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ദേഷ്യമുള്ളത് കൊണ്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും ആ ദേഷ്യമാണ് നമ്മൾ പ്രകടമാക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? വെറുതെ അവരെ ടെൻഷൻ അടുപ്പിക്കാൻ ഒന്നും ചോദിക്കാൻ പറയും വേണ്ട, എന്താ വെച്ചാൽ ആവട്ടെ, സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയണു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് തരണം. നമുക്ക് പോകണം എന്ന് പറഞ്ഞിടത്തൊക്കെ നമ്മളെ പറഞ്ഞയക്കണം. അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോഴും നമ്മൾ ചിന്തിക്കണത് എന്താ? എൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ എവിടേക്കൊക്കെയോ പറഞ്ഞേക്കണം, എൻ്റെ അങ്ങനെയാണ്, അപ്പം എന്നോട് മിണ്ടാണ്ടിരിക്കുന്നത് എന്നോട് ഇഷ്ടമില്ലാണ്ടാണ്. അങ്ങനെ നമ്മളെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മുടെ മറ്റുള്ളവർ നമ്മളോടെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മുടെ ചിന്തകൾ നെഗറ്റീവായതുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്. നമ്മുടെ ഓരോ ചിന്തകളും നമുക്ക് നെഗറ്റീവായി ചിന്തിക്കുകയാണ്. നമ്മളൊരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കണില്ല. ഇവിടെ ഈ സത്സംഗത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നെഗറ്റീവായിട്ടാണ് മറ്റുള്ളവർ പ്രവർത്തിക്കണമെങ്കിലും അത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിൽ നന്മ കണ്ടെത്താൻ ശ്രമിക്കൂ. അതുതന്നെയാണ് ഓരോരുത്തരുടെയും മനസ്സമാധാനത്തിൻ്റെ ഉറവിടം. നമ്മളെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ നമ്മുടെ ചുറ്റിലും പലരും ഉണ്ടാവും. പക്ഷെ ആ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഇല്ലാച്ചാലോ? എന്നാൽ ആരും ഇല്ല. കുറൂരമ്മയുടെ കഥയൊക്കെ നമ്മൾ അതിനല്ലേ കേൾക്കണേ. ആ കുറൂരമ്മ ആരുണ്ടായിരുന്നു? ആ കുറൂരമ്മയ്ക്ക് ഒരു തുണ, ആ ഭർത്താവ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യണു, അദ്ദേഹത്തിൻ്റെ കാര്യം കഴിയണു, ഒരു സ്ഥലത്ത് ചെന്നിരിക്കണു, കുറേ പുസ്തകങ്ങൾ വായിക്കണു, അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങണു. ഇന്നത്തെ കാലത്ത് ആഹാരം എങ്കിലും നമ്മൾ ഉണ്ടാക്കണത് കൊണ്ടുവന്ന് കൊടുത്ത് കഴിക്കാൻ നേരമുണ്ട്. പഴയ കാലത്തൊക്കെ വെച്ചാൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ആഹാരം കഴിക്കുക. അപ്പം പോലും ഒരു ഇതില്ലേ, മറ്റത് അത് വേണോ വേണ്ടേ, ഏത് തരൂ എന്നൊക്കെ പറയാനെങ്കിലും നമ്മളോട് മിണ്ടുണ്ടാവും. ആലോചിച്ച് നോക്കണം എല്ലാവരും. മറ്റത് അതും ഇല്ല കുറൂരമ്മയ്ക്ക്. കാരണം എല്ലാവരും കൂടി ഇല്ലത്തെ ആണുങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞിട്ടാണ് അകത്തുള്ളവർ കഴിക്കുക. അപ്പം അപ്പോഴും അതൊരു പക്ഷേ വച്ചുണ്ടാക്കണതൊക്കെ ആണെങ്കിൽ അവിടെ ആരാണ് മൂത്ത അമ്മമാർ അവരൊക്കെയാവും ചിലപ്പോൾ കൊണ്ടുവന്ന് വിളമ്പുണ്ടാവുക. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഗൗരിക്ക് ഒരു സമാധാനത്തിന്. പക്ഷേ എന്നിട്ടും ഗൗരി സന്തോഷവതിയായിരുന്നു. നമ്മളുടെ സീരിയലുകളിലും കഥകളിലും മാത്രമേ ഗൗരിക്ക് അറിയുള്ളൂ. ഗൗരിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം ഗൗരിയുടെ കൂടെ ആരുണ്ടായിരുന്നു? ബാലഗോപാലുണ്ടായിരുന്നു. എപ്പോഴും ബാലഗോപാലിനെ പറ്റി ചിന്തിച്ച് ആ ബാലഗോപാലൻ്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരിക്ക് എല്ലാം സന്തോഷമായിരുന്നു. ഗൗരി ചെയ്യുന്ന ഓരോ ജോലിയും സന്തോഷത്തോടു കൂടിയിട്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാം അതെ. ആ ഗൃഹം ഗൗരി ആരുടെ ഗൃഹമായിട്ട് കണ്ടത്? തൻ്റെ ബാലഗോപാലൻ്റെ ഗൃഹമാണ് ഇതെന്നാണ് കണ്ടത്. അപ്പോൾ ആ ഗൃഹം അടിച്ചു വാരി തുടയ്ക്കാൻ വെച്ചാൽ എന്തായി? ബാലഗോപാലൻ ചെയ്യുന്ന സേവയായി. അവിടെ ആഹാരം ഉണ്ടാക്കുക വെച്ചാൽ എന്തായി? ബാലഗോപാലൻ ചെയ്യുന്ന നൈവേദ്യമായി. അങ്ങനെ ഓരോന്നും ആ ബാലഗോപാലൻ സമർപ്പിച്ചുകൊണ്ട് ആസ്വാദ്യത്തോടു കൂടിയിട്ട് ഗൗരി കഴിച്ചു കൂട്ടി.
അകാലത്തിലുള്ള ഭർത്താവിൻ്റെ വിയോഗം, അവിടെ ആ ഇല്ലത്തുള്ള മറ്റുള്ളവരുടെ എല്ലാം കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഭ്രാന്തിയാക്കി, ജാരനുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കി എന്തൊക്കെയോ അപമാനിച്ചു. പക്ഷേ അതൊന്നും ആ കുറൂരമ്മയെ ബാധിച്ചില്ല. കാരണം എന്താ, കുറൂരമ്മയ്ക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഉണ്ടായില്ല. എല്ലാം ബോധിക്കണ കൃഷ്ണൻ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളെ മറ്റുള്ളവർ അവഗണിക്കണോ, അവർ ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടാൽ അവർക്ക് അവരുടേതായ ധാരാളം കാര്യങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ആണ് ഒന്നും ചെയ്യാനില്ലാത്തത്. അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരൻ്റെ കഥകൾ ധാരാളം കേൾക്കുക, ഈശ്വരൻ്റെ നാമം നല്ലോണം ജപിക്കുക, പറ്റാവുന്നിടത്തൊക്കെ സപ്താഹങ്ങൾ ഉണ്ടാകുമ്പോൾ പോയി കേൾക്കുക. ശരിക്കും ആസ്വദിച്ച് നാമം ജപിക്കണ ഒരാളാണെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നത്, ആ നാമജപം മാത്രം മതി. ഞാൻ അങ്ങനെ ഒരു മഹാത്മാവിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. വൃന്ദാവനത്തിൽ പോയപ്പോൾ അങ്ങനെ ഒരു മഹാത്മാവ് പിന്നെ എനിക്ക് കാണാനിടയായി. അദ്ദേഹം ഗോപാൽജി, അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ഓരോരുത്തരായിട്ട് മരിച്ചുപോയി. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, കൂടപ്പറപ്പുകൾ മരിച്ചു, ഭാര്യ മരിച്ചു, ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്കായി. അപ്പം അദ്ദേഹം പൂർണ്ണമായിട്ട് ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് രാവും പകലും നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, നാമം ജപിച്ചത് അദ്ദേഹത്തിന് പോരാന്ന് തോന്നിയിട്ട് ഉറങ്ങുന്ന സമയങ്ങളെയൊക്കെ കുറച്ച് രാത്രി മുഴുവനും ഇരുന്ന് നാമം ജപിക്കാൻ തുടങ്ങി. ആ ഒരു ആ ജീവൻ്റെ ആ ഭഗവാനിലേക്കുള്ള ഒരു പ്രയാണമാണ്, മഹാപ്രയാണം ഈശ്വരനിലേക്ക്. എപ്പോഴും സന്തോഷവാനായിരിക്കണം. എപ്പോഴും ആരാണോ ഏത് ഘട്ടത്തിലും സന്തോഷമായിട്ടിരിക്കുന്നത് അവർക്കാണ് ശരിയായ ഈശ്വരപ്രേമം എന്നാണ് പറയണത്. അപ്പം നമ്മളെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, നിരാശപ്പെടുത്തുന്നുണ്ട് വെച്ചാൽ നമ്മുടെ ഉപാസന കുറവ് തന്നെയാണ്. ഈശ്വരനേക്കാൾ പ്രധാനം, ഗുരുവായൂരപ്പനേക്കാൾ പ്രധാനം എനിക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ ഒഴിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് വാക്കുകൊണ്ട് പറയും. ഈ കൃഷ്ണനേക്കാൾ പ്രധാനം, നമ്മുടെ ആത്മാവിനേക്കാൾ പ്രധാനം ചുറ്റും നിൽക്കുന്നവരുടെ നിന്ന് കിട്ടുന്ന കേവലം വാക്കുകളും പ്രവൃത്തികളും തൊട്ട് തലോടലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ന് വേണമെങ്കിലും നഷ്ടപ്പെടാം. പക്ഷെ നഷ്ടപ്പെടാണ്ടുള്ളത് ഒന്നേ ഉള്ളൂ, ഉള്ളിൽ ഈശ്വരൻ മാത്രം. ആ ഈശ്വരനെ ഉപാസിക്കുമ്പോൾ നമ്മൾ നാമം ജപിക്കുന്നുണ്ടാവും, ഭാഗവതം കേൾക്കുന്നുണ്ടാവും, ഭഗവത്ഗീത വായിക്കുന്നുണ്ടാവും, എല്ലാ ദിവസവും മുടങ്ങാണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ മനോഭാവത്തിനൊരു വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തതൊന്നും പാത്രം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയായി തീർന്നു. ആ നമ്മുടെ പാത്രം ശരിയായി ഇരുന്നിട്ട് വേണം അല്ലേ, എങ്ങനെയാണ് ഇരിക്കണേന്ന് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എന്താ, വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ വെച്ച പാത്രത്തിന് വല്ല ഓട്ടയുണ്ടോ, അത് നേരായ രീതിയിലല്ലേ ഇരിക്കണത് എന്ന് ആദ്യം ശ്രദ്ധിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിലല്ലേ വെള്ളം അതിൽ നിറച്ചാൽ നിറയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ആ പ്രേമഭാവം വരണമെങ്കിൽ നമ്മുടെ ആ പാത്രം ശരിയായ രീതിയിൽ തുറന്നിരിക്കുന്നുണ്ടോ നോക്കണം. അതിൻ്റെ മുകളിൽ കുന്നുകൂടിയിരിക്കുന്ന ഓരോ മാലിന്യങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജലമൊഴിക്കുമ്പോൾ എന്താ ആ മാലിന്യത്തിന് കൂടുതൽ ആ മാലിന്യം കൂടുക എന്നല്ലാണ്ട് അത് അവിടെ എത്തുന്നുണ്ടോ? എത്തണില്ല. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോണത്. അപ്പോൾ നാമം ജപിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ചിന്താഗതി നല്ല വ്യത്യാസം ഉണ്ടാവണം. നമ്മളെപ്പോഴും എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. അതുപോലെ എങ്കിൽ മാത്രമേ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിമനോഹരമായിട്ടുള്ള കഥകളിലൂടെയാണ് പോണത്. ശ്രീകൃഷ്ണ കഥാമൃതം അല്ലേ, ആ കഥകളൊക്കെ നമുക്ക് വേണ്ടതുപോലെ ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? ആസ്വദിക്കാനുള്ളൊരു ഭാവം വേണം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു.
പൂന്താന മുത്തച്ഛൻ്റെ കഥ ആസ്വാദ്യത്തോടു കൂടിയിട്ട് അത്രയും ആസ്വദിച്ചുകൊണ്ട് അതിലലിഞ്ഞുകൊണ്ട് പറയുന്നൊരു പെൺകുട്ടിയുടെ വീഡിയോ. പക്ഷേ അത്ഭുതം തോന്നിയത് അത് കേൾക്കാനിരിക്കുന്നവരുടെ മുഖഭാവങ്ങളാണ്. ഇങ്ങനൊരു നിർവികാര ഭാവത്തിലിരുന്നിട്ട് കഥ കേൾക്കാൻ പറ്റുമോ ഏതൊരാൾക്കും എന്ന് അത്ഭുതം തോന്നി. എന്തെങ്കിലും ഒരു വികാരം അവരുടെ മുഖത്ത് തെളിഞ്ഞ് കാണണ്ടേ. അതിൽ ചുരുക്കം 1-2 പേരുണ്ട് അതൊന്നങ്ങനെ അത് അല്പമെങ്കിലും അവരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നാൻ പാകത്തിന്. ആസ്വാദനം പോട്ടെ, ഒരു എന്താ പറയുക, കരിങ്കല്ല് ഇളകാണ്ടിരിക്കുന്ന ഒരു കരിങ്കല്ല് പോലെ, എത്ര ആയാലും ഇളകില്ല എന്ന് പറയില്ല, അങ്ങനത്തെ കരിങ്കല്ല് പോലെ എന്ന് പറഞ്ഞാൽ അത്രയും നിർവികാര ഭാവത്തിലിരിക്കണ ആ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഒരാളുടെ മുഖത്ത് ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന് എന്ത് കാര്യമായാലും, ഒരു നൃത്തമാവട്ടെ, ഗാനമാവട്ടെ, ഇതുപോലെയുള്ള കാര്യം എന്തോ ആവട്ടെ, അത് കേൾക്കുമ്പോൾ അതിനൊരു അല്പമെങ്കിലും ആസ്വദിക്കാനുള്ളൊരു മനസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയി. കഷ്ടം തോന്നി എനിക്കത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഗമയിൽ കൈയടിക്കണുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു 98% പേരും ആസ്വദിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അതും ഇത്ര മനോഹരമായിട്ട് പറയണത്. അപ്പം എന്നെപ്പോലെ വായിക്കാനൊന്നും അറിയാണ്ട് തപ്പിത്തറിഞ്ഞ് വായിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ ആർക്ക് ആസ്വദിക്കാൻ കഴിയൂലേ? പക്ഷേ വായിക്കുന്ന ആൾക്കൊരാസ്വാദനം, അറിയില്ലെങ്കിലും വായിക്കുന്ന ആൾക്കൊരാസ്വാദനം ഉണ്ടെന്ന് വെച്ചാൽ കേൾക്കുന്ന ആൾക്കാരിലും അല്പമെങ്കിലും അതിൻ്റെ അല വരാണ്ടിരിക്കില്ല എന്ന് ഒരു തോന്നൽ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ്, കാരണം ഇത്രയൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായി നമ്മളിവിടെ ഇരുന്ന് ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ പറയണോ, മനസ്സ് ആ ഈശ്വരനിലേക്ക് അർപ്പിക്കുമോ, നാമം ജപിക്കുമോ, മനസ്സ് ശാന്തമാക്കി വയ്ക്കുമോ, മറ്റുള്ളവരിലുള്ള നന്മ കാണൂ എന്നൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായി ഇവിടെ ഇരുന്ന് പറയണം. നിത്യമായിട്ടും ഇത് കേൾക്കുന്ന പലരുമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എനിക്കെന്താ ദേഷ്യം വരണേ, എന്താ എന്നോട് അവരങ്ങനെ പെരുമാറണേ, അവർക്ക് എന്നോട് അത്ര ഇഷ്ടമില്ല, അവരെന്നെ തിരിഞ്ഞു നോക്കണില്ല. അവരോട് ചോദിച്ചാൽ അവർ പറയും അതിനൊക്കെ ഇരിക്കാൻ എനിക്ക് എവിടെയാ നേരെ, എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല, അവർ അത് പറ്റാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടാവുക? ആലോചിച്ച് നോക്കൂ. നമ്മളുടെ മനസ്സ് ഓരോരുത്തർക്കും ഈ ജീവിതം ആസ്വദിക്കണമെങ്കിൽ വേറെ ഒരാളുടെയും സഹായം ആവശ്യമില്ല. നമ്മുടെ മനസ്സ് ആസ്വദിച്ചാൽ മതി, മനസ്സിനെ ആസ്വാദ്യകരമാക്കി തീർത്താൽ മതി, നമ്മുടെ ചിന്തകളൊക്കെ പോസിറ്റീവായി തീർന്നാൽ മതി. എല്ലാം ആസ്വദിക്കാൻ പറ്റും. നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് പറഞ്ഞു. ആ സിംഹത്തിന് അരികത്ത് അണഞ്ഞിട്ട് ആ മാൻകൾ വന്നിട്ട് ഒട്ടും സംശയിക്കാണ്ട് ആ സിംഹത്തിൻ്റെ തീറ്റയും എടുത്ത് ഓടിയതുപോലെയാണ് ഇപ്പോൾ രുക്മിണിയെയും കൊണ്ട് കൃഷ്ണൻ പോയത് എന്നുള്ളത് വരെയാണ് അവിടെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അടുത്ത ഭാഗങ്ങളും കൂടിയും പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ശ്രീഹരയേ നമഃ. അതിനിടയ്ക്ക് ഈ വായിക്കുന്ന ഭാഗങ്ങൾ മനസ്സിലാവണുണ്ടോ, ഇത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് കൂടെ നിങ്ങൾ ഇതിൽ പലരും കമൻറ്റ് ചെയ്യാറില്ല. പലരും അതുപോലെ നമുക്ക് ഇത് ഇഷ്ടമാവുണ്ടെങ്കിൽ നമ്മളിത് ഇഷ്ടമാവണവർക്ക് അതുപോലെയുള്ളവർക്കൊക്കെ അത് പകർന്നു കൊടുക്കുക, അതൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ഈശ്വര സേവ തന്നെയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക്, നമുക്ക് പറ്റിയില്ലെങ്കിലും വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് അത് ആസ്വദിക്കാൻ കഴിഞ്ഞാലാവട്ടെ, ഒരാളെങ്കിലും നാമജപത്തിലേക്ക് വരാൻ കഴിഞ്ഞാലാവട്ടെ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് നമുക്കത് അത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണ്. അപ്പോൾ പലരും പറയും ഞങ്ങൾക്കിത് അറിയില്ല, ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ അറിയില്ല, ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയും. ഈ പറയണവരൊക്കെ 3 വർഷമായിട്ട് യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്.
അപ്പോൾ അവിടെ അതിൻ്റെ മുകളിലുള്ള ചിഹ്നങ്ങൾ, കയ്യിൻ്റെ ചിഹ്നങ്ങൾ കണ്ടാലറിയാം. ഷെയർ എന്ന് എഴുതി വെച്ചേക്കണേ കണ്ടാലറിയാം. ഒന്നുമില്ലെങ്കിൽ അത് എഴുതി വെച്ചാണ് കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ സൈഡിലൊരു ആരോ മാർക്ക് ഉണ്ടാവും. അത് കണ്ടാൽ അതുമ്പോൾ തൊട്ടാൽ അറിയാം അതെങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാവും. നമ്മൾ ചിലപ്പോൾ ആ കേട്ടിരിക്കുമ്പോൾ കേൾക്കുന്ന സമയം തൊട്ട് ഇതെല്ലാം മറന്ന് കേട്ടിരിക്കണവരാവും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. നമുക്ക് ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ ആ ഒരു സ്റ്റാറ്റസെങ്കിലും ആക്കിയിട്ട് അത് ഇടാനായിട്ട് നമുക്ക് സാധിച്ചാൽ നല്ലതല്ലേ. ഹരേ കൃഷ്ണ. നാരായണ നാരായണ. അപ്പോൾ അങ്ങനെ സാധിക്കട്ടെ. എങ്ങനെയെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഉപകാരമായി തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമ്മളെത്രയായാലും നമുക്ക് ഒരു വസ്തു, അതും ഈയൊരു വസ്തു എന്ന് പറഞ്ഞാൽ ആ സച്ചിദാനന്ദ കട്ടയാണ്. അത് നമ്മൾ ആസ്വദിക്കുമ്പോൾ, ആ സച്ചിദാനന്ദം അനുഭവിക്കുമ്പോൾ നമ്മളോട് കൂടിയുള്ളവർക്കും അത് അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണേ. അങ്ങനെ നമുക്ക് തോന്നണ്ടേ. ഒരു കാക്കയാണ് അത്ര അതിനൊരു ഉദാഹരണം. കാക്കയ്ക്ക് കുറച്ച് ചോറിട്ട് കൊടുത്താൽ കാക്ക അവിടെ നിന്ന് കരയാൻ തുടങ്ങും. കരഞ്ഞ് 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 തൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ വിളിക്കും. എന്നിട്ട് അവർക്കും കൂടി കൊടുത്തിട്ടേ കാക്ക അത് കഴിക്കുള്ളൂ അത്രേ. നമ്മളാണെങ്കിലോ അതിപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ഒരു നഷ്ടമുള്ള കാര്യമല്ല. ഒരാൾക്ക് പകർന്നു കൊടുക്കാൻ ചെന്താ നഷ്ടം, വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അത്ര മതി. എന്നിട്ട് പോലും ആൾക്കാർക്കൊരു മടിയാണ്. ഈശ്വരനിലേക്ക് ഞാൻ പറഞ്ഞു, എപ്പോഴും ഒരാളെയെങ്കിലും നാമജപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത്രയും പുണ്യമാണ്. അതത്രയും ഈശ്വര പൂജ തന്നെയാണ്. ഇനി ശ്രീ ഗുരുവായൂരപ്പൻ അത് വേണ്ടതുപോലെ മനസ്സിൽ തോന്നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് ഓർത്തേയുള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സുവർണ ചിഹ്നമാം തേരിൽ മുമ്പാകേയതു പുങ്കവൻ, മുസലം കയ്യിലെന്തിടും ബലരാമൻ മഹാഭുജൻ, ഇറങ്ങി നിന്നരുളിനാൻ മേഘഗംഭീര നിസ്വനൻ. ഇത് നമ്മൾ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കത്ര ഓർമ്മയില്ല, എന്നാലും വായിക്കാം. ഇവിടെയാണ് അടയാളം ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് വായിക്കുമ്പോഴൊക്കെ തോന്നുന്നത് അത് വായിച്ചതാണല്ലോ എന്നൊരു തോന്നൽ. അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ പറയൂ. മുസലം കയ്യിലെന്തിടും ബലരാമൻ മഹാഭുജൻ, ഇറങ്ങി നിന്നരുളിനാൻ മേഘഗംഭീര നിസ്വനൻ, അനുജന്റെ വിവാഹത്തിനേവരെയും ക്ഷണിപ്പു ഞാൻ, ദ്വാരകയ്ക്കിന്നു തൻ വന്നിട്ടെത്രയും സ്നേഹപൂർവകം, വേണ്ടും പോലെ നടത്തിച്ചു വിവാഹം ഭംഗിയാം വിധം, വധൂവരന്മാരെ അനുഗ്രഹിച്ചേ തന്നെ പോകുവാൻ, അതല്ല നിങ്ങൾക്കുത്സാഹം പോരിന്നാണെന്നു തോന്നുകിൽ, അതിനും ഈ രാമനിതാ തയ്യാറായി തന്നെ നിൽക്കയാം. പ്രേമം തുളുമ്പും അദ്ദേഹം ഉടൻ കൃഷ്ണനോടോദിനാൻ, ദ്വാരകയ്ക്കിനി ധർമ്മല്ലേ തെളിച്ചിടുകയാം ഗുണം, ഇവരേവരും ഉൾപ്പൂവിൽ ആഗ്രഹിപ്പതു പോരിനം, യുദ്ധത്തിൻ്റെ മഹാസദ്യ തന്നെ ഏകി ഞാൻ വരാം, ഭയപ്പെടാതിരുന്നിടാനിവളോടുര ചെയ്യണം, അവമാനം സഹിക്കാഞ്ഞു ജരാസന്ധാദി വൈരികൾ, പോർച്ചട്ടായിട്ടുടൻ വില്ലുകുലച്ചും കൊണ്ടു സർവരും, ആനപ്പുറത്തും കുതിരപ്പുറത്തും തേത്തട്ടിലും ഇരുന്നു ശരവർഷം ചെയ്തൊപ്പം മൂടിയ ദുക്കളെ, പെൺതയ്യളാളൊട്ടു പേടിച്ചു കണ്ടന്റെ മുഖപൊങ്കജം, മന്ദസ്മിതാദ്യ സുഭകം നോക്കിനാൻ മെല്ലെ മെല്ലവേ, പേടമാൻ മിഴിയോടമ്പാർന്നുട ഒന്നോദിനാൻ നളിനേക്ഷണൻ, പേടിച്ചു പോകായതുകൊണ്ടൊന്നും ഭൂപാലനന്ദിനി, ശരവർഷം തുടങ്ങുന്നുണ്ടതാ നമ്മൾക്കെഴുമ്പലം, ഏതു സൈന്യമുടൻ തന്നെ നശിപ്പിക്കും ഇതൊക്കെയും,
ജ്യേഷ്ഠൻ മുസലമോങ്ങിക്കൊണ്ട് അതിഘോരനടുക്കുകിൽ പേടിച്ചോടും ജരാസന്ധൻ കലിംഗൻ തൊട്ട സർവരും കാണാം ഞൊടിക്കകം ജ്യേഷ്ഠൻ ചിരിച്ചിങ്ങു വരുന്നതായി അരുളിച്ചെയ്ത മട്ടിൽ അസിതാംബരനത്രയും ശോഭിച്ചാനരി സൈന്യത്തിൽ കടന്നാകെ തകർപ്പവൻ താമരപ്പൊയ്കയിലിറങ്ങിയ കാട്ടാന പോലവേ കുറയും ബലരാമന്റെ മുസലം കൊണ്ടൊരൽപ്പവും മുട്ടിപ്പോപ്പെടാതെയോ ചാകാതെയോ ശത്രുബലങ്ങളിൽ കരിങ്കാഖ്യന്റെ കാൽമുട്ടിൽ ചിരട്ടകൾ അടർന്നുപോയി സ്വല്ലന്റെ മുതുകത്താണു സഹിച്ചിടാത്ത വേദന ജരാസന്ധനുപായത്തിൽ അടികൊള്ളാതെയോടിയോൻ അപ്പോഴേക്ക് ഓടിച്ചു രിപുസേനയെ മഗധാധിപനും മറ്റും മടങ്ങിയിടാനൊരുങ്ങവേ തടഞ്ഞു യുവരാജാവു രുക്മി വന്നോതിയിങ്ങനെ നിങ്ങളെ വരും ഞാനാം ക്ഷണിച്ചതിവിടം വരാൻ അധികാരം എനിക്കല്ലേ വേണ്ടും വിധമയക്കുവാൻ ഇരിപ്പിൻപ ഗോപബാലന്റെ വമ്പാകെ പോക്കി വന്നുടൻ ചൈതന്യു തന്നെ നൽകും ഞാൻ അനുജത്തിയ നിശ്ചയം രുക്മിയാണുര ചെയ്യുന്നതോർക്കണം നിങ്ങളെ വരും ഇതല്ലെങ്കിൽ കുണ്ടിനത്തിങ്കൽ ചവിട്ടിയിടുകയില്ല ഞാൻ ചിലരുൾ പൂവിൽ മോദിച്ചു രുക്മിതൻ മൊഴി കേൾക്കവേ തോൽക്കേണ്ട യോഗം ഇയാൾക്കുമുണ്ടെന്നോർത്തു പലേവരും ഏകധ്യാനത്തിൽ മുഴുകും തമഘോഷജനാവിധം യുദ്ധവും മറ്റുമൂർത്തിയില മഹാഭക്തന്റെ മാതിരി വരണ്ട വേഷത്തിലണിഞ്ഞ് അനങ്ങാതൊറ്റക്കിരുന്നിടുമയാളെയെല്ലാം ചൊല്ലിയിടുവാനോർത്തു വിളിച്ചു വാതിയിലുടൻ തുറപ്പിച്ചു ബാലരെല്ലാം. ഇത് നിർത്താണ്ട് വായിച്ചത് എന്താണെന്നറിയോ? ഞാൻ വായിച്ചതാണ്, എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ തവണ നമ്മൾ കഥ പറഞ്ഞതാണ് അല്ലേ? എല്ലാവരെയും ആ രാമകൃഷ്ണന്മാർ ഓടിച്ചപ്പോൾ രുക്മി ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ അവിടെ നിൽക്കൂ, നിങ്ങളെ ക്ഷണിച്ചത് ഞാനല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വിധം നിങ്ങളെ അയക്കാനും എനിക്കറിയാം. ഞാൻ ചെന്നിട്ട് ആ ഗോപാല ചെറുക്കൻ്റെ ആ അഹമ്മദി ഇപ്പോൾ തീർത്തിട്ട് ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ എൻ്റെ ആ സഹോദരിയെ വിവാഹം ചെയ്തു തരാം. അതല്ലെങ്കിൽ ഞാൻ ഈ കുണ്ടിനത്തിങ്കൽ ഇനി കാല് കുത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോണ സമയത്ത് ഇതൊന്നും അറിയാണ്ട് ഏകാന്ത ധ്യാനത്തിൽ മുഴുകുന്ന ഭക്തോത്തമൻ്റെ പോലെ ആ രുക്മിണിയിൽ മാത്രം മനസ്സലിഞ്ഞുകൊണ്ട് എല്ലാം മറന്നു രുക്മിണി എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ശിശുപാലൻ്റെ ആ വരൻ്റെ വേഷത്തിൽ അങ്ങനെ ഇരിക്കണേ ആ ശിശുപാലനോട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ആ ശിശുപാലൻ്റെ വാതിലിൽ തട്ടി ആ വാതിലൊക്കെ തുറപ്പിച്ചു എന്നുള്ള ഭാഗം വരെയാണ് ഇന്നലെ പാരായണം ചെയ്തത്. അപ്പോൾ ഇത് ഒന്നുകൂടി ഇന്ന് പാരായണം ചെയ്യാൻ ആ കണ്ണൻ ആ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടിയും കേൾക്കാനുള്ള കൊതി കൊണ്ടാവും. എന്തായാലും ഒന്നുകൂടിയും പാരായണം ചെയ്തു. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഉടൻ മഗധഭൂപാലൻ വന്നണഞ്ഞത്രയും ക്ഷണം പുറപ്പെടാമെന്നോതിയുടെ ചൊല്ലിനാൻ തമഘോഷജൻ വാദ്യക്കാരൊക്കെയും വേഗം തുടങ്ങിയിടട്ടെ ഞാനിതാ പുറപ്പെട്ടെ നിൽക്കയാണു താമസിക്കരുതൊരൽപ്പവും. വാതിലൊക്കെ തട്ടി തുറപ്പിച്ചിട്ട് എല്ലാവരെയും കൂടി കണ്ടപ്പോൾ നിങ്ങളൊക്കെ വന്നോ, ഞാനിത് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്, എല്ലാവരും വാദ്യക്കാർ പുറപ്പെടട്ടെ, ഘോഷക്കാർ പുറപ്പെടട്ടെ, ആ ശംഖനാഥം പുറപ്പെടട്ടെ എന്നെല്ലാം പറയുകയാണ്. ഞാനിതാ നേരം താമസിക്കരുത് വെച്ചിട്ട് ഇവിടെ കാത്തു നിൽക്കുകയാണ് എന്ന് പറയുന്നു. ആനക്കൾക്കൊക്കെയും പുത്തൻ പൊൻവട്ടമണിയിക്കണം, മാലവട്ടം കുട തഴ എല്ലാം നന്നായി പിടിക്കണം. പുരോഹിതൻ പോയതെങ്ങാം മന്ത്രം ചൊല്ലിത്തരേണ്ടയോ, മുതുകും തടവിക്കൊണ്ടു ശല്യന്നോതി മഹാബലൻ. അപ്പോൾ ആ ശല്യന് മുതുകത്താണ് ഇടികൊട്ടെ. അപ്പോൾ അദ്ദേഹം ആ പുറക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, മന്ത്രങ്ങളൊന്നും ചൊല്ലേണ്ട, പോയാൽ മതി നീക്ഷണം. വൈകിയോ നേരം അടിയൊന്നളന്നീടട്ടെ ചെന്നിയാൽ മടി കൂടാതുടൻ ചൊല്ലി മഹാനം മഗധാധിപൻ അടി വേണ്ടത്രയായിട്ടുണ്ട്, അത് നോക്കേണ്ടതാനിനി. അപ്പോൾ മന്ത്രങ്ങളൊന്നും ചെല്ലണ്ട, പോവുക
എന്ന് പറയണു. അവിടെ അടി കൊണ്ടിട്ട് സാൽവൻ അടി കൊണ്ടോണ്ട് പറയാം. അപ്പോൾ അതാ ആ ശിശുപാലൻ പറയണു, ഞാൻ സമയം വൈകിണ്ടാവും, അടി അളന്ന് നോക്കിയിട്ടാണ് അന്ന് സമയം, അതായത് എത്ര നാഴിക പൊന്തി എന്ന് അളന്ന് നോക്കിയിട്ടാണ് അടി അളന്ന് നോക്കും. അതായത് ആ സൂര്യൻ ഉദിച്ച് പൊങ്ങുമ്പോൾ ആ ഇരുട്ട് അതായുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് വെളിച്ചുള്ള ഭാഗത്തേക്ക് അളന്ന് നോക്കും. അപ്പം എത്ര അടി ആയിക്കഴിഞ്ഞാൽ ഇത്ര നാഴിക, ഇത്ര അടി, അങ്ങനെ കണക്ക്, അങ്ങനെയാണ് സമയം നോക്കുക. അപ്പം അടി അളക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് മഗധാധിപൻ പറഞ്ഞു, ഇനി അടിയൊന്നും അളക്കണ്ട, അതൊക്കെ വേണ്ടത്ര ശരിയാ കിട്ടിയിട്ടുണ്ട് എന്ന് പറയണു. മധുപർക്കം കുറഞ്ഞൊന്നു വേണമോ വൈകുകില്ലയോ, ചെന്നാലുടൻ തന്നെ കുളിച്ചൂൺ കഴിക്കുകയല്ലയോ, കലിംഗ നിർവരൻ കാലും ഞൊണ്ടിക്കൊണ്ടോതി ഇങ്ങനെ, ഓർമ്മയില്ലൊന്നു മങ്ങേക്കിന്നെന്താണിളകിയോ പിരി, വിവാഹം 21 നാളെയം, അങ്ങുതാൻ ചെന്നിനി കുളിച്ചുണ്ണാം ചൈത്യമഹീപതേ, അറിഞ്ഞിടാത്തതത്ഭുതം, അങ്ങേ പെൺമണിയെ കൊണ്ടുപോയാൻ കാമുകനായൊരാൾ. അപ്പം പറഞ്ഞു, ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് വേഗം നേരെ കുളിച്ച് ഊണ് കഴിക്കുക, അതൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ട് ചില ആ വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതേ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ പറയണു, കഷ്ടം, ഇന്ന് അങ്ങയുടെ ഒരു പിരി ഇളകിപ്പോയോ, ഇവിടെ നടന്ന ഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങ് ഇത്ര നേരമായിട്ട് അറിഞ്ഞില്ലേ, അങ്ങ് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ അയാൾക്ക് അതിനൊരു കാമുകൻ ഉണ്ടായി, ആ കാമുകൻ അതിനെ കൊണ്ടുപോയി എന്ന് പറയണു. പോരിൽ തോറ്റേവരും ഞങ്ങൾ മടങ്ങി നരപുങ്കവ, വാദ്യം നിർത്തിച്ചു ചോദിച്ചാണെന്താണുണ്ടായതോതുവിൻ. അപ്പോൾ വാദ്യക്കാർ വന്ന് മുഴങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ രാജാവ് പറഞ്ഞതല്ലേ വാദ്യഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ വേഗം ആ ശിശുപാലൻ വാദ്യം നിർത്തിച്ചിട്ട് ചോദിച്ചിട്ട് എന്താണ് ഉണ്ടായതെന്ന്. വധുവെ കൊണ്ടുപോയുള്ളതാരാണെന്നുര ചെയ്യുവിൻ, അത് ചൊല്ലേണമോ പീലി ചൂടിയും വനമാലയും, വാർകണ്ടൽ വർണ്ണവും പൂണ്ടിട്ടൊരാളാകിലെന്തിനി, ഒരാൾ ആരാകിലെന്തിനി, എന്നാലാ രുക്മി വന്നൊന്ന് എന്നോടുര ചെയ്യേണ്ടതല്ലയോ. അപ്പോൾ പറഞ്ഞു, ആരോ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു. പീലിയൊക്കെ ചൂടി, തലയിൽ പീലിയൊക്കെ ചൂടിയിട്ട് വനമാലയൊക്കെ ചാർത്തിയിട്ട് ഒരു കറുത്ത നിറത്തിൽ ഒരാൾ, ഇനിയിപ്പോൾ അയാൾ ആരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, കൊണ്ടുപോയി ഇല്ലേ എന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു രുക്മി വന്ന് എന്നോട് ഇത് പറയേണ്ടതല്ല, അങ്ങനെ എങ്ങാനും സംഭവിച്ചു വെച്ചാൽ അപ്പോൾ രുക്മിക്ക് എന്നോട് ഇത് വന്ന് പറയേണ്ട ഇതില്ലേ, രുക്മി ക്ഷണിച്ചിട്ടല്ലേ ഞാൻ വന്നേന്നൊക്കെ പറയണു. രുക്മി വന്നുര ചെയ്താലും ഉര ചെയ്തില്ല എങ്കിലും, എമ്മട്ടുമില്ലിനി ഗുണം ദ്വാരകയ്ക്കെത്തി കന്യക, വധുവേ കൊണ്ടുവന്നേക്കുവാൻ അന്യനൃപാലകൻ പോയിരിക്കുകയാം, പോരിൽ വെറുതെ ചെന്നു തോൽക്കുവാൻ, വെറുതെ കമ്പിളിക്കെട്ടിതെന്തെന്നോ ഓതിമാഗതൻ തോളത്തിരുകുമാ, നൂൽകെട്ടഴിച്ചിടാൻ തുടങ്ങവേ ചോദിച്ചാൻ ചൈത്യഭൂപാലൻ, അയാൾ വന്നിട്ട് പോരയോ, അംഗരാജാവരുളിനാൻ അവിടുന്ന് രാവിലെ എഴുന്നേറ്റാദ്യമായി തന്നെ ശകുനം കണ്ടതാരയാം, ചൊല്ലിനാൻ ചൈത്യനതു ഞാൻ ഗൗനിക്കാത്തതു കഷ്ടമായി, വിലങ്ങിൽ ചാടി മാർജാരന്നതോർക്കിൽ അറിയാതെയാം, വിശേഷ ബുദ്ധിയുണ്ടായും നേരിട്ടേ വന്നു നിൽക്കയാം, അങ്ങിങ്ങലഞ്ഞു തണ്ടുന്നോരൊറ്റ ബ്രാഹ്മണനിങ്ങനെ, ആദ്യമായി തന്നെ ശകുനം വന്നു ചെയ്യേണ്ടതെന്തിനി, ഇനി ചെയ്യേണ്ടതോ വേഗം പുറപ്പെടുക തന്നെയാം, ഇനില്ലെന്നാൽ അതിലൊക്കെയും അതിൻ ഫലം, ഇനിയങ്ങോട്ട ശുക്രൻ്റെ കാലോരിലാകണം, മടങ്ങി വന്നിടുവതല്ലെങ്കിൽ ആപത്തായി വരുമിങ്ങനെ. അപ്പം ആ അതിമനോഹരമായിട്ടിതാ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പറയണു, രുക്മി വന്നിട്ട് രുക്മി പോയിണ്ട്,
പിന്നാലെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം, രുക്മി പോയിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം എന്താ, രുക്മി ഇപ്പോൾ തോറ്റു മടങ്ങി വരും, അത്ര തന്നെ ഉള്ളൂ എന്ന് പറയുന്നിട്ട് പറഞ്ഞു, എന്തിനാ ഈ കമ്പിളിക്കെട്ട് പോലെയുള്ള ഇതൊക്കെ വെച്ച് കെട്ടി ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, ഇതൊക്കെ അഴിച്ചു കളയുമെന്ന് പറഞ്ഞു. വിവാഹത്തിനായിട്ട് സുന്ദരമായിട്ട് അണിഞ്ഞൊരുങ്ങി സാധനങ്ങളൊക്കെ അഴിച്ചു കളയാൻ പറയണു. അപ്പോൾ അപ്പോഴും പറയണു ഇനി ഒന്ന് ചോദിച്ചിട്ട് പോരെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓരോരുത്തർ ചോദിക്കണമെന്ന് എന്താ ശകുനം കണ്ടേ, എന്തിനാണ്, വല്ല പൂച്ചയും വട്ടം ചാടിയുണ്ടോ, വല്ലതും ശകുനം കണ്ടു, ഒറ്റ ബ്രാഹ്മണൻ വന്ന് നിന്നോ ആവോ, അതൊന്നും എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ കുറച്ച് പേര് സംസാരിക്കണം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇനി ചെയ്യേണ്ടതൊന്നുമില്ല, വേഗം അവനവൻ്റെ കൊട്ടാരങ്ങളിലേക്ക് മടങ്ങി പോകാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ, ഇനി ഇവിടെ നിന്നാൽ അത് ആപത്താണ് എന്ന് പറഞ്ഞു. വങ്കഭൂപതി വന്നമ്പാർന്നീ വണ്ണമരുളിയുടെ അന്തമഘോഷജനെ ചൂണ്ടിക്കൊണ്ടു കോമളമാനസൻ, ഇദ്ദേഹത്തിൻ്റെ മനഃശല്യം നീങ്ങും ഞാനൊന്നു പാടുകിൽ നന്നായി ചെമ്പടരാഗത്തിൽ ഒന്നെടുക്കുക മാഹേ ഭവൻ, അരുളി ചൈദ്യൻ അറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കയം, ആർക്കും ഭൂഷണമല്ലെങ്കിൽ അറിവുള്ളോർ ചിരിച്ചിടും, അടുത്തണഞ്ഞുടൻ മെല്ലെ ചൊല്ലിനൻ മഗധാധിപൻ, പാട്ടുപാടേണ്ട സമയം ഇതല്ലറിയമന്നവാം, കാലം നോക്കേണമതിനു അല്ലെങ്കിൽ പരിഹാസ്യമാം. ശിശുപാലനോട് ഈ വണ്ണം പിന്നീടരുളി ഇങ്ങനെ, മനസ്സിലത് ചിന്തിച്ചു മടങ്ങിയിടായിക മഹാമതേ, 17 കുറിത്തോറ്റും മടങ്ങാത്തവനാണു ഞാൻ, 18-മതും ചെന്നു കൃഷ്ണൻ തോറ്റോടിയില്ലയോ, വൃഷ്ണികൾ കോർക്കിലിന്നിപ്പോൾ എത്രയും നല്ല കാലമാം, എന്നെന്നും ഒരുപോലാവില്ലവർക്കും ഈ മഞ്ഞിൽ നിശ്ചയം, ചെറ്റൊന്നു തിരഞ്ഞീടിൽ നമുക്കും നന്മയായി, ചെറ്റൊന്നു തിരിഞ്ഞീടിൽ നമുക്കും നന്മയായി വരും, കാലസ്വരൂപനെന്തെല്ലാം കളിപ്പിക്കുന്നു മർത്യനെ, മഹാപണ്ഡിതനാമങ്ങേറ്ററിയും സർവമെങ്കിലും, പ്രപഞ്ചത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടതൊന്നും മറന്നതാം മരപ്പാവകളെ തമ്മിൽ അടുപ്പിച്ചു മകറ്റിയും കയ്യോങ്ങിച്ചും കളിക്കാരൻ കളിപ്പിക്കും അതേവിധം, എന്നും പ്രകൃതിയാം നമ്മെ കൊണ്ടു ചെയ്യിപ്പതിതൊക്കെയും. അപ്പം അതിനിടയ്ക്ക് ശിശുപാലൻ വല്ലാണ്ട് സങ്കടത്തിലിരിക്കണുണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാനൊരു പാട്ട് പാടാം, ആ പാട്ട് പാടിയാൽ മനസ്സിൻ്റെ പ്രയാസമൊക്കെ തീരുന്ന, ഞാൻ പാട്ട് പാടിയാലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, മിണ്ടാണ്ടിരിക്കൂ, ഓരോത്തിനൊരു സമയം കാലമൊക്കെ ഇല്ലേ, ഇപ്പോൾ പാട്ട് പാടാനുള്ള സമയമാണോ എന്നെല്ലാം ചോദിച്ചതാ, മിണ്ടാണ്ടിരിക്കണു. അങ്ങനെ പറയണു, വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ വേഗം ആ ജരാസന്ധനാണല്ലോ കുറേ തവണ തോറ്റിട്ട് പിന്നെയും ജരാസന്ധൻ കൃഷ്ണനെ തോൽപ്പിച്ചു എന്നുള്ളൊരു ഭാവമാണല്ലോ. അന്ന് ആ കൃഷ്ണനും രാമനും കൂടി ഓടിയിട്ടേ ആ ദ്വാരകയ്ക്ക് പോയില്ലേ, ആ സമയത്ത് ഇവരുടെയൊക്കെ വിചാരം എന്താ, കൃഷ്ണൻ തോറ്റോടിയെന്നാണ്. അപ്പോൾ അതുപോലെ അതന്നെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ വിഷമിക്കൊന്നും വേണ്ട, 17 തവണ ഞാൻ തോറ്റതാണ് ആ കൃഷ്ണനോട് യുദ്ധം ചെയ്തിട്ട്, എന്നിട്ട് 18-മത്തെ തവണ ഞാൻ ചെന്നപ്പോൾ ഞാൻ ജയിച്ചില്ലേ, കൃഷ്ണൻ എന്നോട് തോറ്റോടിയില്ലേ. അതുപോലെ ഇപ്പം നമുക്ക് കാലം അനുകൂലമല്ലാത്തത് കൊണ്ടാണ്, ഇനി അനുകൂലമായിരുന്ന സമയം വരുമ്പോൾ നമുക്കും നല്ലത് വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതൊക്കെ ആ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു കളിയല്ലേ ഇത് മുഴുവനും. ആ കാലസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനാണ് മനുഷ്യനെ എങ്ങനെ കളിപ്പിക്കണത്. അപ്പോൾ അങ്ങേക്കിതൊക്കെ അറിയണതല്ലേ, അങ്ങ് മഹാപണ്ഡിതനല്ലേ. ആ പ്രപഞ്ചത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണത്. നമ്മളൊക്കെ അതിലെ വെറും മരപ്പാവകളാണ്. എല്ലാവരുടെ ഉള്ളിലും ഈ തത്വമൊക്കെ ഉണ്ട്. ഓരോ ജീവൻ്റെയും ഉള്ളിൽ ഈ സത്യം ബോധിച്ചിട്ട് ഉള്ളിലിരിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട്. പക്ഷേ അതൊക്കെ ഒന്നും പ്രകടാവില്ല. പക്ഷെ ചില സമയത്ത് ചില ദുഃഖങ്ങൾ വരുമ്പോൾ, ചില സന്ദർഭങ്ങൾ വരുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ പറയണ കാണാം. പക്ഷേ അതുവരെയോ അതിന് ശേഷമുള്ള അവരുടെ പ്രവൃത്തിയിൽ പക്ഷേ ഈ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എങ്കിലും എല്ലാവരും ഇത് പറയുന്നുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഈ അറിവുണ്ട്. പക്ഷെ ആ അറിവിനെ നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്.
ഏതൊരാളും പറയുന്നുണ്ട്. കംസൻ പറയണ കേൾക്കാം, ഹിരണ്യകശിപു പറയണ കേൾക്കാം, ഇപ്പോൾ ഇവിടെ ജരാസന്ധൻ പറയണു. ഓരോരുത്തരുടെയും ഉള്ളിൽ സത്യമായ പൊരുളിൻ്റെ ആ പരമ്പൊരുളിൻ്റെ ആ യാഥാർത്ഥ്യം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയം പോലെ വരുള്ളൂ. ഈശ്വരൻ നിർമ്മിച്ച കളിപ്പാവകളെ പോലെ ആടുകയെന്നേ നമുക്ക് പറ്റുള്ളൂ. ഒക്കെ ഈശ്വരേച്ഛയാണ്. കാലം നമുക്ക് അനുകൂലവും പ്രതികൂലമായിട്ട് വരും. എല്ലാ തവണയും എല്ലാ ദിവസവും വെയിൽ മാത്രം പറ്റുമോ? അതില്ല. മഴ ഉണ്ടാവണം. എന്നാൽ എല്ലാ കാലത്തും മഴ അത് പറ്റുമോ? അതില്ല. വെയിലുണ്ടാവണം, മഴ ഉണ്ടാവണം, മഞ്ഞുണ്ടാവണം, വെളിച്ചം ഉണ്ടാവണം, ഇരുട്ടുണ്ടാവണം, ഇതൊക്കെ ഉണ്ടാവണം. ജീവിതം അതുപോലെ തന്നെയാണ്. എങ്ങനെയാണോ പ്രകൃതിയിൽ ഇതുപോലെ ആ പ്രകൃതിയിൽ മാറിയിട്ട് വരുന്ന ആ ഒരു പ്രകൃതിയുടെ ആ ചര്യ പോലെ തന്നെ നമ്മളിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. അപ്പം അതുപോലെ ഈശ്വരൻ നമ്മളെയൊക്കെ കളിപ്പിക്കുന്ന കളിപ്പാവ മാത്രമാണ്. വിരലിൽ ചരട് തൂക്കിയിട്ടിട്ട് പാവയെ തൂക്കിയിട്ടിട്ട് കളിക്കണ കളിപ്പാവകളെ കൊണ്ട് കളിപ്പിക്കണില്ലേ? അത് പല കഥകളും കളിക്കും. രാമായണം കഥ കളിക്കും, ഭാഗവതം കഥ കളിക്കും, പല വിധത്തിലുള്ള കഥകൾ കളിക്കൂല്ലേ? അപ്പം നമുക്ക് കണ്ടിരിക്കുമ്പോൾ ശരിക്കും ആ രണ്ട് പാവകൾ അടുത്തേക്ക് വരുന്നതും അങ്ങനെ നിൽക്കണതും വർത്തമാനം പറയുന്നതൊക്കെ സത്യമായ പോലെ നമുക്ക് അനുഭവപ്പെടും. ആ പാവ തന്നെയാണ് കളിക്കണതെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ കാണാണ്ട് ഒരു കറുത്ത നൂല പാവയുടെ മേത്തുനിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് ഒരു വ്യക്തിയുടെ വിരലുകളിലാണ്. അയാളുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഈ പാവ കളിക്കേണ്ടത്. അതുപോലെയാണ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഇത് അങ്ങനെ എല്ലാവരും ആ വിഷമത്തോടു കൂടിയിട്ട് അവരവരുടെ ആ കൊട്ടാരങ്ങളിലേക്ക് മടങ്ങണു. അവിടെ രുക്മിയോ കൃഷ്ണനെ തന്നെ പിന്തുടർന്നൻ മഹാബലൻ വൈരം നിമിത്തമാമട്ടം വിവാഹത്തെ വെറുത്തവൻ അവനെ ചെന്നു ഞാൻ തോൽപ്പിച്ചെന്ന് ഉടനെ അനുജത്തിയെ ചൈത്യനെ കൊണ്ടുവേൽപ്പിക്കും നാളെ തന്നെ അസംശയം പലരും കേൾക്കവേ സത്യം ചെയ്തരാ മതികെട്ടവൻ വിശ്വേശ്വരന്റെ മാഹാത്മ്യം വിലവയ്ക്കാതെ എത്രയും വീമ്പുരപ്പവനൊട്ടേറെ സൈന്യമാർന്നു മതിപ്പവൻ വീണ്ടും വീണ്ടും കുതിരയെ തല്ലിയോടിച്ചു നിർദ്ദയൻ നർമ്മദാ നദിതൻ തീരത്തരവിന്ദാക്ഷനെത്തവേ വീരാഭിമാനിയാം രുക്മി കണ്ടൻ കാർമുകിൽ വർണ്ണനെ നാണവും മാനവും തെല്ലുണ്ടെങ്കിലൻ അനുജത്തിയെ വിട്ടുകൊള്ളണമല്ലെങ്കിൽ ഉടൻ നിൻ കഥ തീർത്തിടും പിന്നീടേതും വിചാരിച്ചു വലമെല്ലവരെ ചെയ്യൂ ഞാൻ നിന്നോടും ചൊൽകയാം വേഗം ഇറങ്ങിക്കൊള്ളുക രുക്മിണി ചൊല്ലുവാ നല്ല വാക്കിന്നി എമ്മട്ടും നടന്നിടാത്ത കാര്യമാം എന്നോതി രുക്മി ഒരുമിച്ചേഴട്ടമ്പുകൾ മേൽക്കുമേൽ തൊടുത്താൻ കൊണ്ടൽ വർണ്ണന്റെ കോമളത്തിരുമേനിയിൽ തുടക്കം കൃഷ്ണനോടോതി രൂക്ഷനാം രുക്മി തന്നെയും രാക്ഷസോദ്വാഹമീ ഞങ്ങൾക്കിഷ്ടമല്ല നൃപാതമാ ചേതി ഭൂപന്നു നൽകിയിടാൻ നിശ്ചയം ചെയ്ത കന്യയെ ദേവന്റെ മുമ്പിൽ വച്ചുള്ള നൈവേദ്യം ശാവു പോലവേ കവർന്നോടിയിടുവാൻ നിന്നെ വിടുകില്ലൊരു തല്ലിനി. അങ്ങനെതാ ആ രുക്മി എന്ത് ചെയ്തു? കൃഷ്ണനെ തോൽപ്പിച്ചിട്ട് ഏത് വിധത്തിലായാലും വേണ്ടില്ല കൃഷ്ണനെ തോൽപ്പിച്ച് തൻ്റെ അനുജത്തിയെ കൊണ്ടുവന്ന് ആ ശാല്യന് വിവാഹം ശിശുപാലന് വിവാഹം ചെയ്ത് കൊടുക്കും എന്ന് ഉറപ്പിച്ചിട്ടാണ് പോണത്. എന്നിട്ട് പല വഴിയിലൂടെയൊക്കെ പോയി അവസാനം നർമ്മദയുടെ തീരത്ത് വച്ചിട്ട് അവർ തമ്മിൽ പരസ്പരം മുഖാമുഖം കണ്ടു. അപ്പോൾ പറഞ്ഞു, നാണോ മാനോ ഇല്ലാണ്ട് ഇങ്ങനെ കട്ടുകൊണ്ടുപോകാൻ നിനക്ക് നാണാവില്ലല്ലോ, എൻ്റെ അനിയത്തിയെ ഇപ്പോൾ വിട്ടു തരണം, അത് ഞാൻ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ
വിട്ടു തന്നില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ തീർത്തു തരും. അതായത് അത് കഴിഞ്ഞ് രുക്മിണിയോട് പറയണു, അതേ രുക്മിണി, നീയെ ഈ വിചാരിച്ച പോലെയൊന്നും നടക്കാൻ പോണില്ല, വേഗം തേരിൽ നിന്ന് ഇറങ്ങി വരൂ എന്ന് പറഞ്ഞ് രുക്മിണിയെയും ഭീഷണിപ്പെടുത്തി. അപ്പോൾ അത് ഒരു നിലയ്ക്കും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്പ ചെയ്തു. അങ്ങനെ അമ്പ ചെയ്തപ്പോൾ കൃഷ്ണൻ അതെല്ലാം തടുത്തു. അപ്പോൾ ആ രുക്മി പിന്നെയും പറയാണ്, ഇതുപോലെയുള്ള ആ വിവാഹം നടത്താൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളിതാ കന്യയെ നിശ്ചയിച്ച വിവാഹത്തെ സമയത്ത് മുഹൂർത്തത്തിൽ തന്നെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കും. നീയെ ദേവന്റെ മുമ്പിൽ വെച്ചുള്ള നിവേദ്യം നായ കൊണ്ടുപോയ പോലെ നിനക്ക് കൊണ്ടുപോകാൻ നിനക്ക് നാണല്ലോ എന്ന് നിന്നെ നീ വിടില്ല എന്നെല്ലാം പറഞ്ഞ് രുക്മി കൃഷ്ണനോട് ഏറ്റുമുട്ടുകയാണ്. ഇമ്മട്ടെത്ര അസ്ത്രങ്ങൾ വയ്യും തൻവില്ലു കൃഷ്ണൻ മുറിക്കവേ ഇറങ്ങി വാളുമൂങ്ങിക്കൊണ്ടെടുത്താൻ കൈയുടെ ഭാര്യയെ പടർന്നു കത്തിടും തീയോട് നിർപ്പാൻ പാറ്റ പോലവേ ശരം കൊണ്ടതു 100 മുറിച്ചു പുരശാസനൻ. രുക്മിയെ കൊല്ലുവാനായി തൻ മൂർച്ചയേറിയ വാളുമായി തൃക്കൈയിൽ മുടിയും ചുറ്റിപ്പിടിച്ചു വിലസിയിടവേ ഭയന്നു രുക്മിണിയുടെ നാഥന്റെ ചരണങ്ങളിൽ വീണുകേണുര ചെയ്താൽ തന്നുൾ പൂവിൽ കൃപ വായിക്കയാൽ കൊല്ലായികൻ ജ്യേഷ്ഠനെ കയ്യിൽ നിന്ന വാൾ വയ്ക്കണം പ്രഭോ, കോപത്താൽ ചെയ്തു പോകാ ജീവിതം വിശ്വൈകമംഗള മാലയം വാർക്കുഴൽ കെട്ടും അഴിഞ്ഞു മറിമന്മിഴി ആവിധം കാൽക്കൽ വീണീട്ടൻ എനിക്കാൻ ഞാൻ കരുണാനിധി രുക്മിയെ തൻ തലപ്പാവിൽ തന്നെ കെട്ടി മഹാഭുജൻ മീശയും മുടിയും പൊക്കി മുഖം താഴ്ത്തിച്ചു നിർത്തവേ മുഴുത്ത ശത്രു സൈന്യങ്ങൾ ആകെ മർദ്ദിച്ചു വന്നുടൻ മുസലായുധനാമട്ടിൽ അവനെ കൊണ്ടു ചൊല്ലിനാൻ കെട്ടഴിച്ചിവിടം നിർത്തി നിഖിലേശ്വരനോട് ഈ വിധം, കൃഷ്ണ നീ ചെയ്വതീ ഞങ്ങൾക്കൊത്തതായല്ലൊരിക്കലും വൈരൂപ്യമിന്നീ തേർത്തട്ടിൽ വധത്തേക്കാൾ കടുപ്പമായി ബന്ധുക്കൾ എന്തു ചെയ്താലും കൊൽക വയ്യ വിടേണ്ടതാം താനെ തന്നെ നശിച്ചോനെ വീണ്ടും കൊൽവതു കഷ്ടമം രാജ്യം പദവി പെൺ തൊട്ട 100 ദുരാശയാൽ മാത്രമാം ശ്രീമതാന്ധന്മാരെന്നും ദ്രോഹിപ്പതന്യനെ മട്ടല്ലാതെഴും നമ്മൾ ഇതു നന്നല്ല തീർച്ചയാം. രുക്മിയോ കൃഷ്ണനോ കൃഷ്ണവിദ്വേഷം ഉൾത്തിങ്ങിയിടുക കാരണം ഇതെല്ലാം കേട്ടുമന്നേതും മനസ്സംശുദ്ധി എന്നിയെ ഓർത്ത പോലൊന്നുമാകാതെ വൈരൂപ്യം മാത്രമാർന്നവൻ വീണാൻ ഭോജകടത്തിങ്കൽ വകപോകാതെ പിന്നെയും അസിതാംബരനീ വിധം കനിഞ്ഞരുൾ ചെയ്തങ്ങനെ വിട്ടു രുക്മിയെ അഴൽ പൂണ്ടു നൃപാലപുത്രിയോട് അലമൊട്ടേറെ അലിഞ്ഞു ചൊല്ലിനാൻ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ആ രുക്മി പലവിധത്തിലും ദ്രോഹിച്ചപ്പോൾ രുക്മിയെ വധിക്കാൻ വേണ്ടിയിട്ട് രുക്മിയെ വധിക്കാനായിട്ട് വാളെടുത്തിട്ട് പോകുമ്പോൾ രുക്മിണി ചെന്ന് കാല് വീണിട്ട് പറയും, ജ്യേഷ്ഠനെ വധിക്കരുത്, രക്ഷിക്കണം എന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ ആ രുക്മിയുടെ തലപ്പാവൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് മീശയും താടിയൊക്കെ വടിച്ചു കളയുക. വധിക്കണേന് തുല്യ എന്നാ പറയാ മഹാത്മാക്കളുടെ ആ മീശയും താടിയൊക്കെ വടിച്ചു കളയാന്ന് വെച്ചാൽ. അങ്ങനെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ പറഞ്ഞു മറ്റുള്ളവരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, ഇതിനേക്കാളും ഭേദം വധിക്കുകയായിരുന്നു. വൈരൂപ്യത്തിനേക്കാളും ഭേദമാണ് അത്, ബന്ധുക്കൾ ചെയ്താലും വെറുതെ വിടേണ്ടതായിരുന്നു, ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മറ്റുള്ളവരൊക്കെ ഇവിടെ നിന്ന് പറയാൻ തുടങ്ങി. തന്നെത്താൻ നശിച്ചവനെ വീണ്ടും കൊല്ലുക എന്ന് വെച്ചാൽ അത് കഷ്ടമല്ലേ? മരിച്ചു കിടക്കുന്ന ഒരാളെ വീണ്ടും കൊല്ലാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ടോ കുത്തിയിട്ടോ ഒക്കെ വീണ്ടും കൊല്ലാൻ നോക്കുക വെച്ചാൽ അതല്ലേ? അപ്പോൾ പറയണു, രാജ്യം, പദവി, പെണ്ണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഇതുപോലെയുള്ള
ഓരോരോ അപകടങ്ങളൊക്കെ ഉണ്ടാവണത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ രുക്മിയേതാ അവിടുന്ന് വിട്ടയക്കണു. ആ രുക്മിത സങ്കടത്തോടു കൂടിയിട്ട് തിരിച്ചു പോകണു. അങ്ങനെ ആ ഭഗവാൻ ആ രുക്മിയെ പറഞ്ഞേച്ചിട്ട് ആ രുക്മിണിയോടിതാ വിഷമിച്ച് നിൽക്കണ രുക്മിണിയോടിതാ പറയുന്ന വാക്കുകളാണ് ഇനി അടുത്ത ഭാഗത്തിൽ നമുക്ക് കേൾക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് ഈ വക കഥകളൊക്കെ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ ഈശ്വരനെ മറന്ന് പലതും ചെയ്യുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈശ്വരന് രുക്മിണിയെ രുക്മിണി എന്ന് പറയണു, സ്ത്രീരത്നം എന്നൊക്കെ പറയും. അപ്പോൾ രുക്മിണിയെ ഭഗവാന് കൊടുക്കാനുള്ള ഈശ്വരനെ മറന്ന് ജീവിക്കരുത്. ഈശ്വരനുള്ളത് ഈശ്വരൻ തന്നെ വേണം. അത് മറ്റു പലതിനും വേണ്ടിയിട്ട് നമ്മളിതാ ധനം ഉണ്ടായാൽ 1/5 ഭാഗം എന്ത് ചെയ്യണം? ഈശ്വരോപാസനയ്ക്കും ഈശ്വരകാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചെലവഴിക്കണം. 1/5 ഭാഗം സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. അതിലൊരു ഭാഗം കൊണ്ട് വീട്ടിലുള്ളവരെയൊക്കെ നന്നായിട്ട് നോക്കണം. ഒരു ഭാഗം സമ്പാദിച്ച് വെക്കണം. അങ്ങനെ ഓരോന്നും ഒരു ഭാഗം അവനവൻ്റെ ഇഷ്ടത്തിന് ചിലവാക്കാം. അങ്ങനെയാണ് ധനം ചിലവാക്കേണ്ടത് എന്നൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ വേണ്ടതുപോലെയൊക്കെ അനുഷ്ഠിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സ്ത്രീ മൂലം പറഞ്ഞുല്ലോ, രാജ്യം പദവി സ്ത്രീയെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെ കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നെല്ലാം പറഞ്ഞപ്പോൾ അതുകൊണ്ട് നമ്മളും ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ദുരാശയുണ്ടോ, മറ്റുള്ളവരെ തെറ്റായ ദൃഷ്ടിയിൽ നമ്മൾ കാണുന്നുണ്ടോ, നമ്മുടെ വാക്കോ പ്രവൃത്തിയോ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടോ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം കൊതിച്ചിട്ട് മറ്റുള്ളവരെ നമ്മൾ ദുഃഖിപ്പിക്കുന്നുണ്ടോ, മറ്റുള്ളവരുടെ നന്മ കാണണില്ലേ, നന്മയാണോ തിന്മയാണോ കാണുന്നത്, ഇതൊക്കെ സ്വയം നിത്യവും ഉറങ്ങുന്നതിന് മുമ്പ് കിടന്നുറങ്ങണതിന് മുമ്പ് നിത്യവും ഇതൊക്കെ പരിശോധിച്ചിട്ട് കിടന്നുറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായി സ്നേഹിക്കണം. എല്ലാവർക്കും സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് സത്സംഗത്തിന് ഇരിക്കാൻ നമ്മളെ അനുവദിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഭൂലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.